ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു 2 lakh പോർട്ട്ഫോളിയോ കാണിച്ചു തരാൻ പോവാണ്. മാർക്കറ്റ് ഇപ്പോൾ ഒരുപാട് ഡൗൺ ആയിരിക്കുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മാർക്കറ്റ് ഓരോ തവണ ഡൗൺ ആകുമ്പോഴും പാനിക് ആവാതെ അതൊരു അവസരമായിട്ട് എടുക്കണം, അത് നമുക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് പല തവണ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൂടെ സ്റ്റോറി ഇട്ടിട്ടും റീലിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഇത്രയും ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഒരുപാട് സ്റ്റോക്സ് താഴോട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് എൻ്റെ കയ്യിലുള്ള കുറച്ച് ഫണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുവാണ്. 7 സ്റ്റോക്കുകളിലായിട്ട് 30,000 രൂപ വെച്ച് ഏകദേശം 2,10,000 രൂപയാണ് ഞാനിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകം പറയാം, ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. ഈ പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്തപ്പോൾ ഏതൊക്കെ സ്റ്റോക്സിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് അതിനുള്ള കാരണം കൂടി ഞാൻ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇത് ഞാൻ ലോങ് ടേമിലേക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഷോർട്ട് ടേമിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആരും ഈ സ്റ്റോക്സ് ഒന്നും കയറി വാങ്ങരുത്. ഈ സ്റ്റോക്സ് ഒക്കെ ഇനി വീണ്ടും താഴോട്ട് പോകാനുള്ള സാധ്യത കൂടിയുണ്ട്. ലോങ് ടേമിലേക്ക് ആയതുകൊണ്ട് തന്നെ ഇത് എൻ്റെ ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. സ്റ്റോക്സ് ഇനി താഴോട്ട് പോവുകയാണെങ്കിൽ അത് ആവറേജ് ചെയ്യാനുള്ള ഫണ്ട് കൂടെ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് സ്റ്റോക്സ് എന്ന് നോക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് CDSL ആണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഞാൻ പലതവണ ഇത് ഇൻസ്റ്റാഗ്രാമിലൂടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെല്ലാവരും CDSL വാങ്ങി വെക്കണം ലോങ് ടേമിലേക്കെന്ന്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺ തന്നൊരു സ്റ്റോക്കാണ് CDSL. നമ്മുടെയൊക്കെ ഡിമാറ്റ് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന കമ്പനിയാണ് CDSL. അതുകൊണ്ട് തന്നെ ഭാവിയിൽ CDSLന് നല്ല വളർച്ചയുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇന്ത്യയിൽ ഡിമാറ്റ് അക്കൗണ്ട് ഉള്ളതും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും വളരെ ചെറിയൊരു ശതമാനം ആൾക്കാർ മാത്രമാണ്. ഈ അടുത്ത കാലത്തായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്ന ആൾക്കാരുടെ അളവിൽ നല്ല വളർച്ചയുണ്ടായിട്ടുണ്ട്. ഇനി ഭാവിയിലും അത് വളർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ CDSL എന്തായാലും പ്രോഫിറ്റിൽ തന്നെ ആയിരിക്കും. CDSLൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള രണ്ടാമത്തെ കാരണം, CDSL ഒരു മോണോപോളിയാണ്. മോണോപോളി എന്ന് പറഞ്ഞാൽ ഈ ഫീൽഡിൽ CDSLനോട് മത്സരിക്കാൻ വേറൊരു കമ്പനി ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലില്ല. ഇനി വരാൻ പോകുന്നുണ്ട്, അത് NSDL ആണ്. NSDL ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെയും കുറച്ച് സ്റ്റോക്സ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആണ്. CDSL ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മൂന്നാമത്തെ കാരണം, CDSL ഒരു ഡിവിഡൻഡ് പേയിങ് കമ്പനിയാണ്. അതായത് എല്ലാ വർഷവും കൃത്യമായിട്ട് ഡിവിഡൻഡ് കിട്ടും. CDSL ഞാൻ 30,000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ പോർട്ട്ഫോളിയോയിൽ ആകെയുള്ളത് 7 സ്റ്റോക്കുകളാണ്. 7 സ്റ്റോക്കിലും 30,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 2,10,000 രൂപയാണ്. രണ്ടാമത്തെ സ്റ്റോക്ക് കോൾ ഇന്ത്യയാണ്. കോൾ ഇന്ത്യയെക്കുറിച്ച് ഒരിക്കലെങ്കിലും കേൾക്കാത്ത ആൾക്കാരുണ്ടാവില്ല. നിഫ്റ്റി 50ൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റോക്കാണ് കോൾ ഇന്ത്യ. കോൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്രധാന കാരണം ഇതുകൂടിയാണ്. മാത്രമല്ല, കോൾ ഇന്ത്യ ഒരു ലാർജ് ക്യാപ് കമ്പനി കൂടിയാണ്. ലാർജ് ക്യാപ് കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം. മാത്രമല്ല, കോൾ ഇന്ത്യ ഒരു മോണോപോളി കമ്പനി കൂടിയാണ്. ഇന്ത്യയിൽ കോൾ മൈനിങ്ങിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉള്ളത് കോൾ ഇന്ത്യക്കാണ്. ഇനി അടുത്തൊരു കാരണം ഡിവിഡൻഡ് പേ ഔട്ട് തന്നെയാണ്. കൃത്യമായിട്ട് നല്ല രീതിയിൽ ഡിവിഡൻഡ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് കോൾ ഇന്ത്യ. പോർട്ട്ഫോളിയോയിൽ അടുത്തതായിട്ട് ആഡ് ചെയ്ത സ്റ്റോക്ക് ജിയോ ഫൈനാൻസ് ആണ്. ഇത് ഒരു ലാർജ് ക്യാപ് കമ്പനിയാണ്. മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ട് അധിക കാലം ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ജിയോ ഫൈനാൻസിൻ്റെ ശരിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല. കമ്പനി ഓരോ ഫീൽഡിൽ പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ലൈസൻസുകളും മറ്റു കാര്യങ്ങളും നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ പലതവണയായിട്ട് ന്യൂസുകളിൽ ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. റിലയൻസിന് ഒരു വളർച്ചയുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ജിയോ ഫൈനാൻസും എന്തായാലും വളരാൻ പോകുന്നതേ ഉള്ളൂ. അടുത്തതായിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള ഒരു സ്റ്റോക്കിലാണ്. ഇത് PSU ബാങ്കിങ് സെക്ടറിലുള്ള ഒരു സ്റ്റോക്കാണ്. മഹാരാഷ്ട്ര ബാങ്ക് അല്ലെങ്കിൽ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. PSU ബാങ്കിങ്ങിൽ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തോന്നിയ ഒരു സ്റ്റോക്ക് ഇതാണ്. അത്യാവശ്യം നന്നായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ഡിവിഡൻഡ് കൊടുക്കുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ്. പക്ഷേ PSU ബാങ്കിങ് ആണ്, ഈ സ്റ്റോക്കിൽ റിസ്ക് ഇൻവോൾവ് ആണ്. അടുത്ത സ്റ്റോക്ക് റിലയൻസ് ആണ്. കോൾ ഇന്ത്യയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നിഫ്റ്റി 50ൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. നമുക്കെല്ലാവർക്കും അറിയാം, റിലയൻസിനെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. ഒരു ലാർജ് ക്യാപ് സ്റ്റോക്കാണ്. അതുകൊണ്ട് തന്നെ ലോങ് ടേമിലേക്ക് സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണിത്. മാത്രമല്ല, നിഫ്റ്റി 50ൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. നന്നായിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ്. റിലയൻസ് ജിയോ കൂടെ മാർക്കറ്റിലേക്ക് വരാൻ പോവുകയാണ്. ജിയോയുടെ IPO ഉണ്ടാവും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ റിലയൻസ് ബോണസ് ഇഷ്യൂ ചെയ്തിരുന്നു. അതിന് മുമ്പെയാണ് ഞാൻ ഈ സ്റ്റോക്ക് വാങ്ങിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് 1:1 ബോണസും കൂടെ കിട്ടി. അടുത്ത സ്റ്റോക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റോക്കാണ് ടാറ്റ മോട്ടോഴ്സ്. ഇതിനു മുമ്പ് ഒരുപാട് റിട്ടേൺ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ള സ്റ്റോക്കാണ് ടാറ്റ മോട്ടോഴ്സ്. ഓട്ടോമൊബൈൽ സെക്ടറിൽ നമ്മൾ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. എല്ലാ കാലത്തും വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സെക്ടറാണ് ഓട്ടോമൊബൈൽ സെക്ടർ. ടാറ്റ മോട്ടോഴ്സും നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്. ഓട്ടോ സെക്ടറിലുള്ള നിഫ്റ്റി 50ൽ ഉൾപ്പെട്ടിട്ടുള്ള സ്റ്റോക്കാണ്. അതുകൊണ്ട് തന്നെ സേഫ് ആണെന്ന് പറയാം. ലാർജ് ക്യാപ് കമ്പനിയാണ്, വീണ്ടും സേഫ് ആണെന്ന് പറയാം. അതുപോലെ നല്ല രീതിയിൽ ഡിവിഡൻഡും കൊടുക്കുന്ന ഒരു കമ്പനി കൂടിയാണ്. ഇനി ഈ പോർട്ട്ഫോളിയോയിലെ അവസാനത്തെ സ്റ്റോക്കാണ് ഉജ്ജീവൻ സ്മോൾ ഫൈനാൻസ് ബാങ്ക്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട് സ്മോൾ ഫൈനാൻസ് ബാങ്കുകൾക്ക് നല്ല രീതിയിലുള്ള വളർച്ചയുണ്ട്. ഇനി അടുത്ത വർഷങ്ങളിലും സ്മോൾ ഫൈനാൻസ് ബാങ്കുകൾ നല്ല രീതിയിൽ വളരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ആ കൂട്ടത്തിൽ നമുക്ക് ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബാങ്ക് ഉജ്ജീവൻ സ്മോൾ ഫൈനാൻസ് ബാങ്കാണ്. ഇതൊരു സ്മോൾ ക്യാപ് കമ്പനിയാണ്, പക്ഷേ ഡിവിഡൻഡ് കൊടുക്കുന്ന ഒരു കമ്പനി കൂടിയാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ. ഈ 7 സ്റ്റോക്കുകളിൽ 6 സ്റ്റോക്കുകൾ നല്ല രീതിയിൽ ഡിവിഡൻഡ് കൊടുക്കുന്ന സ്റ്റോക്സാണ്. 4 ലാർജ് ക്യാപ്പ് സ്റ്റോക്സാണ്.
3 നിഫ്റ്റി 50യിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്റ്റോക്സാണ്, 2 മോണോപോളിയാണ്. അതുകൊണ്ട് തന്നെ റിസ്ക് ഇവിടെ പകുതിയായിട്ട് കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പറയുന്ന ബാക്കി കാര്യങ്ങളും കൂടെ കേട്ട് കഴിഞ്ഞാൽ എൻ്റെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സ്ട്രാറ്റജി കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിപ്പോൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ്. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ആണെന്ന് വിചാരിച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതങ്ങ് മറന്ന് കളയാമെന്നുള്ള രീതിയിലല്ല ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞു മാർക്കറ്റ് ഡൗൺ ആയി, ഇനിയും ഡൗൺ ആവാനുള്ള സാധ്യത കൂടിയുണ്ട്. അപ്പോൾ ഇനി മാർക്കറ്റ് ഡൗൺ ആവുകയാണെങ്കിൽ ഈ സ്റ്റോക്കുകളിലെല്ലാം ഞാൻ ആവറേജ് ചെയ്യും. അതിനുള്ള ഫണ്ട് കൂടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇനി അങ്ങോട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് ഇതിലെല്ലാ സ്റ്റോക്കുകളിലും ഈക്വലായിട്ട് ഞാൻ ടോപ്പപ്പ് ചെയ്യുകയും ചെയ്യും. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിനകത്ത് റിസ്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഈ സ്റ്റോക്കുകളെ മോണിറ്റർ ചെയ്യും. ആവറേജ് ചെയ്യേണ്ടി വന്നാൽ ആവറേജ് ചെയ്യും, ഇനി വിറ്റ് ഒഴിവാക്കേണ്ടി വന്നാൽ അങ്ങനെയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും ഈ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വന്തം റിസ്കിൽ ചെയ്യണം. അനലൈസ് ചെയ്ത് കണ്ടിന്യൂസ് ആയി മോണിറ്റർ ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.